ഹേയ് ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുകയാണെങ്കിൽ ഗൈസ്, ഞാൻ ഇന്നൊരു പുതിയതായിട്ടൊരു വണ്ടി എടുത്തു കേട്ടോ. അപ്പോൾ ആ ഒരു വണ്ടി എൻ്റെ പുറകിൽ കിടക്കുകയാണ്, ഞാൻ കാണിച്ചു തരാം മക്കളെ. ദൈവനാണ് കേട്ടോ ആൾ, നമ്മളെ ട്രാവലറാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പോയി അങ്ങോട്ട് മേടിച്ചതേ ഉള്ളൂ, മേടിച്ചിട്ട് വരുന്ന വഴിയാണ്. നേരെ വണ്ടി കൊണ്ട് വീട്ടിൽ പോകണം, അതാണ് ഗൈസ് നമ്മുടെ പരിപാടി. പിന്നെ ഇതിൻ്റെ ആൾക്കാരെയൊക്കെ കാണണം. പിന്നെ നമ്മൾ പുതിയൊരു സ്ഥലം മേടിച്ചിട്ടുണ്ട്, കാരണം നമ്മുടെ വീട്ടിൽ എപ്പോഴും വണ്ടി ഇടാൻ പറ്റില്ലല്ലോ. മുറ്റത്തിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് നമുക്ക് വേറെ കാര്യങ്ങൾക്ക് ഇറങ്ങിപ്പോകാനൊക്കെ പാടായതുകൊണ്ടേ നമ്മൾ വേറെ സ്ഥലം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ പോകണം. പിന്നെ ഈ വണ്ടിയുടെ എഗ്രിമെൻറ്റും RC ബുക്കൊക്കെ മേടിക്കാനും കൂടെയാണ് ഗൈസ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ നാളെ എന്താ പറഞ്ഞാൽ നമുക്കൊരു ട്രിപ്പ് ഉണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. മറ്റേ നമുക്ക് നമ്മുടെ നന്ദു ബസ് കൊണ്ട് ട്രിപ്പുണ്ട്, നാളെ നമുക്ക് ഇതും കൊണ്ടൊരു ട്രിപ്പുണ്ട് കേട്ടോ. തേടി നടന്നൊരു ട്രിപ്പ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഒരു ഫോറസ്റ്റ് ഏരിയ കൂടെയാണ് നമ്മൾ പോകുന്നത്. ആൻഡ് നമ്മളുടെ വണ്ടി ജസ്റ്റ് ഒന്ന് ഓഫായി പോയാണ്, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്താണ്, എണ്ണയില്ല. വീട്ടിൽ നേരെ വണ്ടി കൊണ്ടൊന്ന് കയറ്റിയിട്ട് നേരെ പോയി എണ്ണ അടിക്കണം കേട്ടോ. അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. വണ്ടി ചെറുതായിട്ട് കുറച്ച് പരിപാടിയൊക്കെ ചെയ്യണം. ആക്സിലേറ്ററൊക്കെ ഒന്ന് മാറ്റണം, കാരണം ഇത്ര നാൾ ഓട്ടിച്ചുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ ആക്സിലേറ്ററൊക്കെ ചവിട്ടി പന്നലാക്കി. പിന്നെ മാറ്റൊക്കെ ഒന്ന് മാറ്റി പുതിയതിടണം. അതൊക്കെയാണ് ഗൈസ് നമ്മുടെ പരിപാടി. പിന്നെ വേറെ അങ്ങനെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. ചെറിയ കുറച്ച് പരിപാടിയൊക്കെ ചെയ്യണം. അപ്പോൾ പിന്നെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം എല്ലാവർക്കും ട്രീറ്റ് കൊടുക്കുക എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ നേരെ നമ്മൾ വീട്ടിലോട്ട് വന്ന് കയറുവാണ് കേട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ വീട്. അപ്പോൾ നമ്മൾ നേരെ വണ്ടി ഇവിടുന്ന് നേരെ കയറ്റി അങ്ങ് എടുക്കുവാണ്. എൻ്റെ മോനെ ഒരു രക്ഷയില്ലാത്ത ലുക്കിലാട്ടോ നമ്മുടെ വണ്ടി കയറിക്കൊണ്ടിരിക്കുന്നത്. തട്ടിയില്ല കേട്ടോ, ജസ്റ്റ് മിസ്. ഓക്കെ, നമ്മൾ വണ്ടി ഇവിടുന്ന് ഇടിച്ചേറ്റിയെന്ന് നേരെ വണ്ടി കൊണ്ട് ഇവിടെ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ വണ്ടി അവിടെ കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം കുറച്ച് വൈകുന്നേരം ആയപ്പോൾ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എണ്ണയൊക്കെ അടിക്കണം ഗൈസ്. എണ്ണ അടിക്കാനൊക്കെയാണ് ഞാനിന്ന് പോകുന്നത്. ഇപ്പം നേരെ എണ്ണ അടിക്കാനൊക്കെയാണ് നമ്മുടെ പരിപാടി. അപ്പോൾ നമുക്ക് നേരെ എണ്ണ അടിക്കാൻ അങ്ങ് വണ്ടി എടുത്തൊക്കെ പോയ കടേ എണ്ണ അടിക്കണം. വണ്ടി നമുക്ക് കുറച്ച് അപ്ഗ്രേഡൊക്കെ ചെയ്യണം ഗൈസ്. കാരണം നമ്മളൊരു വണ്ടി എടുക്കുമ്പോൾ എങ്ങനെയാണോ അതുപോലെ തന്നെ നമുക്ക് പരിപാടിയൊക്കെ ചെയ്യണോടെ. കാരണം എനിക്ക് എൻ്റെ വണ്ടികളൊക്കെ ഭയങ്കര പണിഞ്ഞു നടക്കാനാണ് ഇഷ്ടം. അപ്പോൾ പുതിയതായിട്ട് ഞാൻ എടുത്ത നന്ദു ബസ്സിൻ്റെ ഒരു ഓട്ടോ ആണ് ഗൈസ്. നാളെ ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ, കാരണം കുറേ ഇതാവും. പിന്നെ നമ്മൾ പുതിയൊരു വണ്ടിയും കൂടെ എടുക്കുന്നുണ്ട്, ഒരു ബസ്സാണ് ഗൈസ് എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താ പറഞ്ഞാലും അധികം താമസം നമ്മളൊരു പുതിയ വണ്ടിയും കൂടെ എടുക്കും. പുതിയൊരു ആളെയും കൂടെ നമ്മുടെ വീട്ടിലേക്ക് ഞാൻ കൊണ്ടുവരും. അധികം താമസിച്ച് തന്നെ ഞാൻ കൊണ്ടുവരുമെന്നാണ് ഗൈസ് എൻ്റെ ഒരു വിശ്വാസം. കൊണ്ടുവരുമായിരിക്കും ഇവിടെ. അപ്പോൾ നമ്മൾ നേരെ വണ്ടി ഇവിടുന്ന് എടുത്ത് നേരെ പോകുന്നത് പെട്രോൾ പമ്പിലോട്ടാണ് കേട്ടോ. എന്താ പറഞ്ഞാലും ഇവിടുന്ന് എടുക്കും. ഇവിടുന്ന് ഇങ്ങനെ നമ്മളൊരു മര്യാദയ്ക്ക് കയറിപ്പോകാം. ഇവിടുന്ന് കയറിപ്പോയാലേ അവർ വല്ലതും പറഞ്ഞാലോ, അതുകൊണ്ട് നമുക്കേ ഇവിടുന്ന് അങ്ങ് ഇല്ലേക്കൂടെ കയറിപ്പോകാൻ. വണ്ടി കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഇത്തിരി കൂടെ മോഡിഫൈ ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, മാറ്റും കുറച്ച് സീറ്റ് കവറും കുറച്ച് കട്ടണൊക്കെ മേടിച്ചിടാനാണ് ഈ നമ്മുടെ പരിപാടി. അതൊക്കെ നമുക്ക് ഫുൾ ടാങ്ക് അങ്ങ് അടിച്ചേക്കാം കേട്ടോ. കാരണം ഇനിയിപ്പോൾ ഇതിനെ ഫുൾ ടാങ്ക് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അടിക്കണ്ട. ഞാൻ പുതിയ വണ്ടി ഒരു ഭാഗത്ത് ഒട്ടിക്കൊണ്ട് നടക്കും, അതുകൊണ്ടാണ്. ഏത് അപ്പോൾ ഞാൻ നാളെ ഈ ഒരു വണ്ടിയും കൊണ്ട് നമുക്ക് നാളെ ഒരു ഓട്ടം വരുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ വരുന്നുണ്ട്. അതിന് വീഡിയോ ഒക്കെ ഞാൻ അധികം താമസിച്ച് തന്നെ ഇടാം കേട്ടോ. എന്താവുമെന്നൊന്ന് അറിഞ്ഞുകൂടെ, ഞാൻ നോക്കട്ടെ. എന്താ പറഞ്ഞാൽ അധികം താമസിച്ച് തന്നെ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് തുടങ്ങുന്നതായിരിക്കും. അല്ല തന്നെ ഇപ്പം തന്നെ നമ്മൾ കുറേ വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. എന്നാലും നമ്മൾ ഡെയിലി വീഡിയോസൊക്കെ ഇടുന്നുണ്ട്, കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മൾ നേരെ ഇങ്ങനെ വണ്ടി എടുത്ത് ഇവിടുന്ന് പോവാണ് കേട്ടോ. ഞാൻ ഇറങ്ങേണ്ട സ്ഥലത്തൂടെ കയറേണ്ട സ്ഥലത്തൂടെ ഇറങ്ങുകയും ചെയ്തു കേട്ടോ. കുഴപ്പമില്ല, നമുക്ക് അതൊന്നും സീനില്ല. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്ന വർക്ക്ഷോപ്പിലുണ്ടോ, 1 മണിക്കൂർ കൊണ്ട് വണ്ടിയിൽ മാറ്റും കട്ടണ കിട്ടും, ഇട്ട് കിട്ടും. അതുകൊണ്ട് നമ്മളിപ്പോൾ നേരെ ഞാനും കൂടെ അങ്ങ് പോവുകയാണ് കേട്ടോ. നമ്മൾ നേരെ വർക്ക്ഷോപ്പിലോട്ടാണ് പോകുന്നത്. ഇവിടെ അടുത്ത് ഞാൻ വന്നതും നമ്മുടെ ഗ്രീൻ ലൈറ്റ് വീണു കേട്ടോ. നേരെ എന്താ പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് അങ്ങ് പോവുകയാണ്. ഇവിടുന്ന് അധികം ദൂരമല്ല കേട്ടോ, ഇവിടെ അടുത്താണ്. ഈ ഒരു കഫേയുടെ അവിടെയായിട്ടാണ് കേട്ടോ വരുന്നത്. കർട്ടനൊക്കെ ഇടണം. സോറി ഗൈസ്, ഇവിടെ എന്തൊക്കെ വേണം. അപ്പോൾ എന്താ പറഞ്ഞാലും കുറച്ച് ഒരു 4000 രൂപയൊക്കെ എൻ്റെ കൈ കരുതി വെച്ചേക്കാം. കാരണം അത്ര 4000 രൂപ 40,000 രൂപയൊക്കെ എൻ്റെ ഇപ്പോൾ ഏകദേശം ഉണ്ട് കേട്ടോ. ഈ വണ്ടിക്ക് ടെക്സിൻ്റെ ആണ് അവർ പറഞ്ഞെങ്കിലും ഞാനതൊരു ഈ വണ്ടിയുടെ ഒരു പാതി വിലയ്ക്ക് മേടിച്ചു. അപ്പം നമുക്ക് കുഴപ്പമില്ലല്ലോ. അപ്പോൾ നമുക്ക് നേരെ വണ്ടി ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തേക്കാം. എന്നിട്ട് വണ്ടി ഇനിയിപ്പോൾ നേരെ ഒന്ന് റെഡിയായിട്ട് കാണാം. 1 hour later. ഓക്കെ, നമ്മുടെ വണ്ടിയിൽ പണിയൊക്കെ തീർന്ന് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് കട്ടണൊക്കെ മേടിച്ചിട്ടു, കാരണം അടിപൊളിയായിട്ടുണ്ട്. നമ്മളെന്താ പറഞ്ഞാൽ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അകത്തുണ്ടായിരുന്ന നമ്മുടെ സ്പീക്കറിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രോബ്ലമോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തു. കാരണം നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോഴേ നമുക്ക് എപ്പോഴും ഇത് യൂസ്ഫുൾ ആയിരിക്കണമല്ലോ. അതുകൊണ്ട് ഇപ്പോൾ നേരെ നമ്മൾ വണ്ടി എടുക്കുവാണ് ഇവിടുന്ന്.
നമ്മളിപ്പോൾ നേരത്തെ പണ്ട് വണ്ടി ഇവിടുന്ന് നല്ലൊരു ലുക്കിനങ്ങ് ഓടിച്ചെടുക്കും. നല്ല ഇൻറ്റീരിയറൊക്കെ ഞാൻ പോളിഷൊക്കെ ചെയ്തായിരുന്നു. അത് ഞാൻ വീഡിയോ എടുക്കുന്നതിനേക്കാൾ മുമ്പേ. ഇനിയിപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ നേരെ വീട്ടിലോട്ടല്ല, നേരെ നമ്മൾ പോകുന്നത് നമ്മളുടെ ആ ഒരു സ്ഥലത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഒരു സ്ഥലം മേടിച്ചെന്ന്, ആ ഒരു സ്ഥലം കാണാനായിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ എന്താ പറഞ്ഞാൽ നേരെ നമ്മൾ അങ്ങോട്ട് പോവാണ്. ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് എൻ്റെ വീടിനടുത്തുനിന്ന്. ഒരു 1 കിലോമീറ്റർ അത്രേ വരുള്ളൂ. 1 കിലോമീറ്റർ അല്ലെങ്കിൽ 2-2.5 കിലോമീറ്റർ അത്രേ വരുള്ളൂ. അപ്പം ഈ ഒരു ബാങ്കിൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ട് പോകണം കേട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ വണ്ടിയിലെ സ്ഥലം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടുന്ന് തട്ടിയിട്ടുണ്ട് പൊന്നെ. ഓക്കെ, നമുക്ക് ഇവിടുന്ന് നേരെ വണ്ടി എടുത്തേക്കാം കേട്ടോ. വണ്ടി എന്ന് പറഞ്ഞാലും ഇവിടെ നമുക്ക് ചായക്കടയൊക്കെ ഉണ്ട്. നമുക്ക് അപ്പം മോർണിംഗിലൊക്കെ നമുക്ക് ഓട്ടത്തിനൊക്കെ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചായയൊക്കെ കുടിക്കാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സീനില്ല. ഒരു മോർണിംഗൊക്കെ വരികയാണെങ്കിൽ നമുക്കൊരു ചായയൊക്കെ കുടിച്ച് ഇവിടെ സെറ്റാവാം. ഞാൻ ഇറങ്ങി കാണിച്ചു തരാം. ഇവിടെ ചായക്കടയിൽ ആരും ഇല്ലോട്ടോ, അവരൊക്കെ തട്ടും പെട്ടിയൊക്കെ എടുത്തുകൊണ്ട് പോയി. അപ്പം ഇവിടുത്തെ ചായക്കടയൊക്കെ അടച്ചിട്ടിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നേരെ വെയിലോട്ടാണ് പോകുന്നത്. വെയിലോട്ടല്ല പോകുന്നത്, വണ്ടിയിൽ RC ബുക്ക് ഞാൻ മേടിച്ചിട്ടില്ല. RC ബുക്കും ഇൻഷുറൻസൊക്കെ അയാളെ നിന്ന് മേടിക്കണം. ഫുൾ എൻ്റെ പേരിലോട്ട് മാറണം കേട്ടോ വണ്ടി. എങ്കിലല്ലേ എനിക്ക് വണ്ടി ഒരു മനസ്സമാധാനത്തോടെ റോട്ടിൽ കൂടെ ബൈപ്പാസിലൂടെയൊക്കെ പറപ്പിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ആകെ സീനാവും. അതുകൊണ്ടാണ് ഞാനിപ്പം അവിടെ നിന്ന് നൈസിന് വണ്ടി ഇങ്ങനെ എടുത്തത്. ഓക്കെ ചേച്ചി, സൂക്ഷിച്ചു. ഓക്കെ, അപ്പോൾ അത് ഇവിടെ ഉണ്ട്, നമ്മുടെ അടുത്തായിട്ടാണ് വരുന്നത് നമ്മുടെ ഈ ഒരു രജിസ്റ്ററിൻ്റെ സ്ഥലം. അതായത് ഇതെന്തോ എൻ്റെ പറയുന്നത് എന്തുമായിരുന്നു, നമ്മുടെ വണ്ടിയൊക്കെ ഒരു മാറുന്ന സ്ഥലം. അപ്പോൾ നമ്മൾ നേരെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. RC ബുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി. നല്ലൊരു ക്ലൈമറ്റ് നിൽക്കുകയാണ് കേട്ടോ. അപ്പം എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ നേരെ വീട്ടിലോട്ടാണ് പോകുന്നത്. ഒന്ന് കഴിച്ചിട്ടില്ല, നല്ല വിശപ്പുണ്ടാവുന്നുണ്ട്. നമുക്ക് നേരെ വീട്ടിൽ പോയിട്ട് വല്ലതും കഴിക്കണം. നേരെ ഞാൻ വണ്ടി എടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ വീട്ടിൽ പോയിട്ട് വല്ലതും കഴിക്കണം ഗൈസ്. കടിക്കണമെന്നല്ല, വല്ലതും കഴിക്കണം ഗൈസ്. നല്ല ഹെവി ആയിട്ട് വല്ലതും കഴിക്കണം കേട്ടോ, നല്ല വിശപ്പുള്ളതുകൊണ്ടേ. അയ്യോ വണ്ടി എൻ്റെ പള്ളി ഗൈസ്. കുഴപ്പമില്ല, അത് വേറെ സീനൊന്നുമില്ല. അവിടെ നിന്ന് വണ്ടി വരുന്നുണ്ടോ നോക്കണമായിരുന്നു. ഓക്കെ, ഒരു ബൈക്കുകാരെ വരുന്നുണ്ട്, നമുക്ക് കയറി എടുത്തേക്കാം. ബ്രോ സൈഡ് ഗൈസ്. എനിക്കൊന്ന് അങ്ങേര് തീർച്ചയായിട്ടും പോകാൻ തോന്നുന്നു കേട്ടോ. എനിക്ക് അറിഞ്ഞുകൂടാ, നോക്കട്ടെ. അപ്പോൾ നമ്മൾ ട്രാവലർ എടുത്ത് നേരെ പോവുകയാണ് കേട്ടോ. നാളെ നമുക്ക് ഇതിനെ കൊണ്ട് ഓട്ടോ ഉള്ളതുകൊണ്ടേ നമുക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഓട്ടോ ഉള്ളതുകൊണ്ട് നമുക്ക് ഇവനെയും കൊണ്ട് അങ്ങനെ പോവാം. ഒരുപാട് നാളായിട്ട് ഞാൻ ഇങ്ങനെ ട്രാവലറൊക്കെ ഓടിച്ച് പോയിട്ട്, കാരണം ഒരുപാടായി ട്രാവലറൊക്കെ ഓടിച്ചിട്ട്. പണ്ട് എപ്പോഴോണ്ട് ഓടിച്ചതാണ്, പിന്നെ ഇപ്പോഴാണ് ഇങ്ങനെ ട്രാവലറൊന്ന് കൈ കൊണ്ട് തൊടുന്നത്. അയ്യോ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരുപാടായി കേട്ടോ ട്രാവലറൊക്കെ ഓടിച്ച്, സത്യം പറയാമല്ലോ. അപ്പം ഇങ്ങനെയാണെന്ന് നേരിട്ടൊന്ന് ഓട്ടിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. അയ്യോ ഓക്കെ. അപ്പോൾ ശരി, നേരെ നമ്മൾ വണ്ടി എടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് നേരെ അയ്യോ വണ്ടി എടുന്ന് ആടുന്നെന്താടാ നമ്മൾ നേരെ വണ്ടി എടുത്ത് ഇവിടുന്ന് പോവാണ്. സീനില്ല, കുറേ നേരമായല്ലോ ഈ വണ്ടി ഒന്ന്. വീട് എവിടെയാ, വഴി മാറിപ്പോയല്ലോ ദൈവമേ. ഓക്കെ, ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴാണെന്ന് തോന്നുന്നു അല്ലേ. കുറേ നേരം വഴി കണ്ടുപിടിച്ചിട്ടുണ്ട് നിൻ്റെ മനുഷ്യനെ വട്ടാക്കാനായിട്ട്. എൻ്റെ വീട് എവിടെയാടേ? ഓക്കെ കിട്ടി. ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോഴാണ്, ഇവിടുന്ന് ഓക്കെ കിട്ടി. ഇതുവഴി അങ്ങോട്ട് പോയാൽ മതി കേട്ടോ. ഓക്കെ, പതിയെ. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓക്കെ, നമ്മളിതാ ഇവിടുന്ന് നേരെ പോവാണ്. ഓക്കെ, ഏതാണ് വണ്ടിക്കാരൻ വരുന്നത് എൻ്റെ പൊന്നെ. ഇപ്പോൾ കയറി ഇടിച്ചാണ്. ഓക്കെ, ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോഴല്ലേ അല്ലല്ലോ, ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോഴല്ലേ. ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോഴാ. ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോഴാണ് കേട്ടോ. ഇതുപോലല്ലേ, എനിക്ക് എൻ്റെ കിളിയും പോയി, എല്ലാം പോയി. ഓക്കെ, നമ്മൾ നേരെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. എന്താ പറഞ്ഞാൽ നമ്മുടെ വണ്ടി ഇവിടുന്ന് ഇവിടെ കൊണ്ട് ഇടാം. അല്ലെങ്കിൽ അകത്തിടണോ? കാരണം മിറ്റം നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. നമുക്ക് അകത്തിടാം. കാരണം നമ്മൾ പുതിയ സ്ഥലം മേടിച്ചതിൻ്റെ രജിസ്ട്രേഷൻ നടന്നിട്ടില്ല, ഞാൻ നടത്താം. നമുക്ക് നാളെ വണ്ടിയുടെ ഓട്ടത്തിൻ്റെ അന്ന് രാവിലെ 3 മണിക്ക് പോയിട്ട് ആളെ കണ്ട് സംസാരിച്ച് ആ ഒരു സ്ഥലം നമുക്ക് അങ്ങ് മേടിക്കാം. ഓക്കെ, നമ്മളത് വീടിൻ്റെ അകത്തോട്ടിടാം കേട്ടോ. വീടിൻ്റെ അകത്തോട്ടിടാം. നമ്മൾ പുതിയ വീട് മേടിക്കുന്നുണ്ട്. കാരണം ഞാനിപ്പോൾ ഈ നിൽക്കുന്ന വാടക വീടില്ല, നമുക്കൊരു പുതിയ വീട് മേടിക്കും. ഓക്കെ, അപ്പോൾ നേരെ വണ്ടി എടുത്ത് വീടിൻ്റെ അകത്തോട്ട് കയറ്റാം. നമുക്ക് റിവേഴ്സ് എടുത്താൽ കയറ്റാം കേട്ടോ. അപ്പോൾ ഒരു രക്ഷയില്ലാത്ത ലുക്കി കിടക്കും വണ്ടി. ഓക്കെ, നമുക്ക് നേരെ വണ്ടി എടുത്ത് റിവേഴ്സിലങ്ങ് കയറ്റിയേക്കാം. ഓക്കെ, അങ്ങ് കയറ്റിയിട്ടേക്കാം നമുക്ക്. കാരണം ഇവിടെ ചെറിയൊരു മിറ്റാണ്ട് നമുക്ക് നല്ല പണി കിട്ടുന്നുണ്ട് കേട്ടോ. അതാണ് പ്രശ്നം, അതാ. ഓക്കെ, നമ്മൾ ചെറിയൊരു വീഡിയോ ഇത്രയുള്ള വീഡിയോ വരാം. സോ ബൈ ഗൈസ്.